ഇനി നമുക്ക് മനോഹരമായ ഒരു സ്ഥലത്തേക്ക് പോകാം. ഇടുക്കിയിലെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഈ പാറകളും പാറക്കെട്ടുകളും നിറഞ്ഞ അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാം. രാജകുമാരിക്ക് സമീപമുള്ള ഖജനാപ്പാറയിൽ കാണുന്ന പാറയ്ക്ക് മറ്റെല്ലാ പാറകളിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ട് കേട്ടോ. പാറയുടെ മറുവശത്ത് ഈ പുരാതനമായ കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും. ഈ പാറയെ ആരാധിക്കുന്നവരും ഇവിടെ കുറവല്ല. കേരള സർവകലാശാലയുടെ പുരാവസ്തു പഠന വിഭാഗം നടത്തിയ പഠനപ്രകാരം മധ്യ കേരളത്തിൽ കണ്ടെത്തിയ ആദ്യകാല ചോള ശാസനമാണ് ഈ പാറയിലുള്ളത്. നിരപ്പായ മൈതാനത്തിനിടയിൽ ഏകാഗ്രിയായി നിലകൊള്ളുന്ന 20 അടി ഉയരമുള്ള ഈ പാറ ആരെയും അത്ഭുതപ്പെടുത്തും. എങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഈ പാറ ഇവിടെ എത്തിയെന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്. ആളുകൾ ഈ കല്ല് ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്നാണ് അവർ വിചാരണ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ കല്ല് ദൈവം പോലെ പൂജിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള ആളുകൾ. പാറയെ ആരാധിക്കുന്നവരും ഇവിടെ കുറവല്ല. ശിലയിൽ ദൈവിക ശക്തിയുണ്ടെന്ന് കരുതി വർഷങ്ങളായി പ്രാർത്ഥനയും നെയ്യും വിളക്കുകളും സമർപ്പിക്കുന്നവരുമുണ്ട്. തലമുറകളായി ഇവിടുത്തെ ആളുകൾ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഖജനാപ്പാറയിലെ പാറ ഓരോ വർഷവും കുറച്ചു വീതം വളരുന്നുണ്ടെന്ന്. പാണ്ഡവരുടെ കാലത്ത് ഭീമൻ ഈ കല്ല് എടുത്ത് വച്ചു എന്നൊക്കെയാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പക്ഷേ ഈ കല്ല് ഓരോ വർഷം തോറും ഇച്ചിരി വളർന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ആദ്യം കാണുമ്പോൾ ഇത്തരം വളർച്ച ഇല്ലായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ കുറേ കൂടെ വളർന്നതാണ് എനിക്കൊരു തോന്നൽ. ഇങ്ങനെ അനവധി കഥകളും ചരിത്ര സ്മരണകളും വഹിച്ചു നിൽക്കുന്ന ഖജനാപ്പാറ ഇടുക്കിയുടെ മണ്ണിൽ പ്രകൃതിയുടെയും പുരാവൃത്തങ്ങളുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു. മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നിതിൻ, ഖജനാപ്പാറയല്ലേ? അപ്പോൾ ആ പേര് ഒരു വ്യത്യസ്തത നൽകുന്നതാണ്. ഇപ്പോൾ മനോഹരമായ സ്ഥലം മാത്രമല്ല, ഒരുപാട് കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുക, അവിടെ ചെന്ന മനോഹരമായ കാഴ്ചകൾ കാണുക എന്നതിനപ്പുറത്തേക്ക് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണല്ലേ? പ്രധാനമായിട്ടും നമ്മൾ ഖജനാപ്പാറയെ പറ്റി പറയുമ്പോൾ നമുക്കതിനെ ഒരു 2 കാര്യങ്ങളായിട്ട് വേർതിരിക്കാൻ പറ്റും. ആ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഖജനാപ്പാറയിലെ ഈ പാറയെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇടുക്കിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് അറിയാം, ഈ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കുന്നുകളും മലകളും പാറക്കെട്ടുകളും ഇത്തരത്തിലുള്ള പാറകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൗന്ദര്യമാണ്. നമുക്കെപ്പം ഈ ഒരു എങ്ങോട്ട് നോക്കിയാലും എത്ര വട്ടം കണ്ടാലും ഒരുപക്ഷെ വളരെയധികം അത്ഭുതമായിട്ടും കൗതുകകരമായിട്ടും ഒക്കെ തോന്നുന്ന ഒട്ടനവധി മനോഹരമായ കാഴ്ചകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഖജനാപ്പാറയിലെ ഈ പാറ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റ് പാറക്കെട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള നമുക്ക് കാണാൻ സാധിക്കുന്ന പാറകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ചുറ്റുമുള്ള കുറേ കഥകളുണ്ട്. ആ കഥകളാണ് ഈ ഖജനാപ്പാറയിലെ ഈ പാറയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അത്തരത്തിലുള്ള കഥകൾ ഒട്ടനവധിയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഒരിക്കലും തീരാത്തത്രയും കഥകളുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 കഥകൾ അതിനെ പറ്റിയിട്ട് പറയാം. ആദ്യത്തേത് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. അതായത് ഖജനാപ്പാറയിലെ പാറ വളരുമെന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഭൗമശാസ്ത്രമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതിന് ഈ പാറയ്ക്ക് ചുറ്റുമുള്ള അടിവശത്തെ മണ്ണ് കാലക്രമേണ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഒലിച്ചിറങ്ങി ഈ പാറയുടെ അടിഭാഗം കൂടുതൽ തെളിഞ്ഞു വരുന്നു കാലക്രമേണ. അങ്ങനെ തെളിഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഈ പാറ വീണ്ടും വലുതായി ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്നത് ഈ പാറ വളരുന്ന ഒരു പാറ എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പാറയെ ആരാധിക്കുന്ന ഒരു ചില്ലറയല്ല. അതായത് ഒട്ടനവധി ആളുകൾ ഈ പാറയ്ക്ക് ഒരു ദൈവിക ശക്തിയൊക്കെ ഉണ്ട് എന്ന് കണ്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. നെയ്യും മറ്റ് വിളക്കുകളും ഒക്കെ സമർപ്പിച്ച് ആരാധിക്കുന്നവരുമുണ്ട്. അതുകൂടാതെ ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു കഥയല്ല, അത് ഈ പാറ നമ്മൾ പോയി കാണുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പാറയുടെ മറുവശത്ത് കുറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ട്. ഈ കൊത്തുപണികൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് തമിഴ് പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ കൊത്തുപണികളെ പറ്റിയിട്ട് കേരള സർവകലാശാല നടത്തിയൊരു പഠനത്തിലൂടെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ചോള രാജവംശത്തിൻ്റെ ശിലാശാസനം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പാറയാണ് ഖജനാപ്പാറ എന്ന് പറയുന്നത്. മറ്റു പാറക്കെട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ പാറകളിൽ നിന്നുമൊക്കെ ഖജനാപ്പാറയിലെ ഈ പാറയെ വ്യത്യസ്തമാക്കുന്നതും അതാണ്. അതുപോലെ തന്നെ ഇനി ഇതിൽ പറയാനുള്ളത് ഒരു രഹസ്യമാണ്. അതായത് ഇത്തരത്തിലൊരു വളരെ വിശാലമായ ഒരു മൈതാനം അല്ലെങ്കിൽ ഒരു മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലം, മറ്റു പാറകളൊന്നും തന്നെ ഇല്ല ഇതിന് ചുറ്റും. ഈ പാറ നിൽക്കുന്നതിന് ചുറ്റും മറ്റു പാറകളൊന്നുമില്ല. അപ്പോൾ ഈ പാറ മാത്രമായിട്ട് ഇതിൻ്റെ മുകളിൽ എങ്ങനെ എത്തി? അതായത് ഒരു 20 അടിക്ക് മുകളിൽ ഉയരമുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് അടിയിലോട്ട് ഈ ഭൂമിക്കടിയിലോട്ട് ഇനിയും ആ പാറയുടെ ബാക്കി ഭാഗമുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും വലിയൊരു പാറ ഒറ്റയ്ക്ക് അവിടെ എത്തി അല്ലെങ്കിൽ ആരെത്തിച്ചു എന്നുള്ളത് ഇന്നും ഒരു രഹസ്യമായിട്ട് നിലനിൽക്കുകയാണ്.